നമസ്കാരം. ബിഗ് ബുക്കിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ബിഗ് ബുക്ക് ഇത്തവണ ചർച്ചയ്ക്ക് വിഷയമാക്കുന്നത് ഗർഭസ്ഥ ശിശുഹത്യയാണ്. 1971 കർശന വ്യവസ്ഥകളോടെ ഇന്ത്യയിൽ നിലവിൽ വന്ന മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് അനുസരിച്ച് 12 ആഴ്ച വരെ മാത്രമേ ഭ്രൂണഹത്യയ്ക്ക് അനുമതി ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടത് 20 ആഴ്ചയാക്കി വർദ്ധിപ്പിച്ചു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ അത് 1 മാസം കൂടി നീട്ടി നൽകിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ 6 മാസം വരെ പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിനെയും കൊല്ലാൻ ഈ നിയമം അനുമതി നൽകുന്നു. ഗർഭസ്ഥ ശിശുഹത്യയ്ക്കുള്ള അനുമതി 6 മാസം വരെയാക്കി നീട്ടിയതിന് ഒത്തിരി കാരണങ്ങൾ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. ഗർഭസ്ഥ ശിശുഹത്യ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനും സ്ത്രീകൾക്ക് തങ്ങളുടെ ശരീരത്തിലുള്ള അവകാശം ഉറപ്പിക്കാനും പുതിയ നിയമം സഹായകരമാകുമെന്നാണ് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞത്. പീഡനത്തിനിരയായി ഗർഭം ധരിക്കേണ്ടി വന്നവർക്കും ഭിന്നശേഷിയുള്ളവർക്കും വൈകി മാത്രം ഗർഭം തിരിച്ചറിയുന്നവർക്കും ഈ നിയമം ഗുണം ചെയ്യുമെന്നാണ് കേന്ദ്രത്തിൻ്റെ അവകാശവാദം. എന്നാൽ ഗർഭസ്ഥ ശിശുഹത്യയുടെ തോത് വർദ്ധിക്കുകയും ഇന്ത്യ ഇതിൽ ഭയാനകമായ മുന്നേറ്റം നടത്തുമെന്നുമാണ് ഗർഭസ്ഥ ശിശുഹത്യയെ എതിർക്കുന്നവർ പറയുന്നത്. ഇന്നിപ്പോൾ ഗവൺമെൻറ് നിയമം 24 ആഴ്ച വരെ പ്രസവം ഗർഭം അലസിപ്പിക്കാമെന്നും അതിന് ശേഷമുള്ള മാസങ്ങളിൽ പോലും പ്രത്യേക കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഗർഭം അലസിപ്പിക്കാമെന്ന് ഗവൺമെൻറ് പറയുമ്പോൾ ഈ പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾ, ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്കറിയാം, 24 ആഴ്ചയിൽ പോലും പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് ജീവനുണ്ടാവും. അവർ ഒരു പക്ഷേ പുറത്തു വന്നതിന് ശേഷം മണിക്കൂറുകളോളം ഗ്യാസ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഗ്യാസ്പിങ്. ചില കുഞ്ഞുങ്ങൾ 26 ആഴ്ചയിലോ 28 ആഴ്ചയിലോ മാസം തികയാതെ പിറക്കുന്ന കുഞ്ഞുങ്ങൾ, തനിയെ പ്രസവവേദന വന്ന് പിറക്കുന്ന കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും നമ്മുടെ ഡോക്ടർമാർ അവരുടെ കഴിവിൻ്റെ പരമാവധി ജീവൻ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. പലപ്പോഴും ഈ കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ ഉറക്കെ കരഞ്ഞുകൊണ്ട് തന്നെയാണ് വരിക. ഈ ഗർഭം അലസിപ്പിക്കൽ നിയമം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ കുഞ്ഞുങ്ങളോട് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും എന്ത് സമീപനമാണ് എടുക്കേണ്ടത്? ആ കുഞ്ഞുങ്ങളെ മുന്നേ പറഞ്ഞ അനുഭവത്തിലെ പോലെ കാലിൽ തൂക്കി നിലത്തടിച്ച് കൊന്നുകളയണമെന്നാണോ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്? ഇതാണോ മനുഷ്യത്വം എന്ന് പറയുന്നത്? ഇതാണോ പുരോഗമനം എന്ന് പറയുന്നത്? മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യജീവനെ പരിഗണിക്കുന്നതാണ്, മനുഷ്യജീവനോട് സ്നേഹം കാണിക്കുന്നതാണ്, മനുഷ്യജീവനെ ഏറ്റവും ബഹുമാനത്തോടു കൂടി ശുശ്രൂഷിക്കുന്നതാണ്. ജീവൻ്റെ സംരക്ഷകരാകേണ്ടവരാണ് ഡോക്ടർമാർ. ഒരിക്കലും 24 ആഴ്ചയിൽ പിറന്നു വീഴുന്ന കുഞ്ഞ് മരിച്ച കുഞ്ഞായിരിക്കണമെന്നില്ല പുറത്തു വരണത്. അവിടെ എന്ത് നിലപാട് ഡോക്ടർമാരെടുക്കണം, എന്ത് നിലപാട് നഴ്സുമാരെടുക്കണമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം ഇവിടെ അവശേഷിക്കുകയാണ്. ഗർഭമലസലും അലസിപ്പിക്കലും 2 തരം കൃത്യങ്ങളാണ്. ഒന്ന് സ്വാഭാവികമായി സംഭവിക്കുന്നതാണെങ്കിൽ മറ്റത് മനഃപൂർവ്വം ജീവനെ നശിപ്പിക്കലാണ്. അതിന് മുതിരുന്നവർക്ക് നിരത്താൻ പല കാരണങ്ങളും ഉണ്ടാകും. പലവിധ ന്യായങ്ങളും ന്യായീകരണങ്ങളും ഉണ്ടാകും. ഇതിനെയെല്ലാം നിയമപരമായി പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുമുണ്ട്. ഗർഭസ്ഥ ശിശുഹത്യയ്ക്ക് വിധേയരാകുന്ന അമ്മമാരിൽ 5 ദശലക്ഷം പേർക്ക് പലവിധ ശാരീരിക വൈകല്യങ്ങൾ സംഭവിക്കുന്നു. പലർക്കും ജീവിതാവസാനം വരെ നീണ്ടു നിൽക്കുന്ന വേദനകളാണ് ഇതുമൂലം സംഭവിക്കുന്നത്. ലോക ജനതയിൽ വെറും 40% മാത്രമേ ഗർഭസ്ഥ ശിശുഹത്യ സുരക്ഷിതമായി നിർവഹിക്കാൻ കഴിയുന്നുള്ളൂവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ സുരക്ഷിത ഗർഭസ്ഥ ശിശുഹത്യയ്ക്കുള്ള സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം ഇതുവരെ ഭ്രൂണഹത്യയുടെ നിരക്ക് കുറഞ്ഞിട്ടില്ലെന്നതാണ് വസ്തുത. ഇത് സ്ത്രീകളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നു. ശൈശവ വിവാഹം, ചെറുപ്രായത്തിലെ ലൈംഗിക ചൂഷണം മൂലമുണ്ടാകുന്ന ഗർഭധാരണം ഇവയെല്ലാം അമ്മയ്ക്കും കുഞ്ഞിനും അപകടകരമാകാറുണ്ട്. സർക്കാരിനാൽ നിർബന്ധിതരായി ഭ്രൂണഹത്യ നടത്തേണ്ടി വരുന്ന ചൈനയ്ക്കൊപ്പമാണ് ഇപ്പോൾ ഇന്ത്യയുടെയും സ്ഥാനം. ജീവനെ വളരെ വിലയോടുകൂടി കാണുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ നിയമ ഭേദഗതി, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടിലെ വന്ന ഭേദഗതി
20 ആഴ്ചയിൽ നിന്ന് 24 ആഴ്ച വരെയുള്ള കുഞ്ഞിനെ ഗർഭഛിദ്രം അനുവദനീയമാകുന്ന സംഗതി തീർച്ചയായിട്ടും വേദനാജനകമാണ്. അതിന് നിയമപരമായ കാരണങ്ങൾ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയിൽ അതൊരു അനിവാര്യമാണെന്ന് സ്ഥാപിക്കുന്ന രീതിയിലുള്ള ചർച്ചകളുണ്ടാവും. സ്വാഭാവികമായിട്ടും സമൂഹം മാറി എന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെക്കാൾ വലുതല്ല മറ്റൊന്നും, അതുകൊണ്ട് അമ്മയും അച്ഛനുമൊക്കെയുള്ള ആ സമൂഹമാണ് ജീവനെക്കുറിച്ച് തീരുമാനിക്കേണ്ടത് എന്ന രീതിയിൽ ഉണ്ടാവാം. ബലാത്സംഗത്തിൽ ഉള്ള കുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് അതിനേക്കാൾ പ്രാധാന്യം ആ കുഞ്ഞ് ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് ഈ കുഞ്ഞിൻ്റെ ജീവൻ അവസാനിപ്പിക്കാനായിട്ടുള്ള തീരുമാനങ്ങളാവാം. പക്ഷേ ഏതർത്ഥത്തിലേക്ക് വ്യാഖ്യാനിച്ചാലും ആത്യന്തികമായി ഒരു ജീവനെക്കുറിച്ചുള്ള തീരുമാനമാണ് നാം എടുക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ജീവൻ ആരുടെയും വ്യക്തിപരമായ സ്വത്തല്ല. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ചേർത്ത് തന്നെ ഇത് വായിക്കാനാണ് എനിക്കിഷ്ടം. റൈറ്റ് ടു ലൈഫിനോട് ചേർത്ത്, ജീവിക്കാനുള്ള അവകാശത്തോട് ചേർത്ത്. കാരണം 24 ആഴ്ചയാകുമ്പോഴേക്കും ഒരു കുഞ്ഞ് 6 മാസക്കാലം പ്രായമാകുമ്പോഴേക്കും ഫീറ്റസ് അതിൻ്റെ ശാരീരികമായ വളർച്ചയിലേക്ക് കടന്നു കഴിയുകയും ഒരുപക്ഷെ അപൂർവമായിട്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഈ പ്രിമച്വർ ബർത്തിലേക്കൊക്കെ വരാവുന്ന സാധ്യതകളിലേക്ക് വരികയും ചെയ്യുന്ന ഒരു കുഞ്ഞായി അത് മാറുന്നു. ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുവാനുള്ള അവകാശത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത് എന്ന രീതിയിൽ വേണം നമ്മുടെ നിയമരംഗത്തെ നാം നോക്കിക്കാണുവാൻ. അല്ലാതെ ആരുടെയും വ്യക്തിപരമായ സ്വത്തല്ല എന്ന് അടിവരയിടാൻ ആഗ്രഹിക്കുകയാണ്. ആ കാഴ്ചപ്പാടിലാണ് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 312 മുതൽ 315 വരെയുള്ള വകുപ്പുകൾ ഇത്ര മനോഹരമായി അന്നേ നാം കണ്ടുവച്ച ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ വകുപ്പുകൾ ഉണ്ടായിരുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കുകൾ പ്രകാരം ലോകത്ത് ഗർഭസ്ഥ ശിശുഹത്യാ നിരക്ക് കുറഞ്ഞു വരികയാണ്. 3 ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും 2 യൂറോപ്യൻ രാജ്യങ്ങളിലും ഗർഭസ്ഥ ശിശുഹത്യ പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. എന്നിട്ടും ലോകമെമ്പാടും ഓരോ വർഷവും 42 ദശലക്ഷം ഗർഭസ്ഥ ശിശുഹത്യകളാണ് നടക്കുന്നത്. ഇവയിൽ പകുതിയും സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിലാണ് നടക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗർഭസ്ഥ ശിശുഹത്യയ്ക്ക് വിധേയമാകുന്ന 70,000 ഗർഭിണികൾ ഓരോ വർഷവും മരണത്തിന് കീഴടങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഗർഭത്തിലുള്ള 1/3 കുഞ്ഞു വീതം ഇന്ത്യയിൽ ഗർഭസ്ഥ ശിശുഹത്യയ്ക്ക് വിധേയമാകുന്നു. 2015 കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 15.6 മില്യൺ ഗർഭസ്ഥ ശിശുഹത്യകളാണ് വർഷം നടക്കുന്നത്. 15 വയസ്സിനും 49 വയസ്സിനും ഇടയിലുള്ള 1000 സ്ത്രീകളിൽ 47 പേർ ഭ്രൂണഹത്യയ്ക്ക് വിധേയരാകുന്നുവെന്നാണ് കണക്ക്. രാജ്യത്തെ 48 മില്യൺ ഗർഭധാരണത്തിൽ പകുതിയും അപ്രതീക്ഷിതമോ ആഗ്രഹിക്കാത്തതോ ആകുന്നു. ഇത്തരക്കാരിൽ പലരും കുറെ കാലം കഴിഞ്ഞ് മാത്രമേ കുഞ്ഞുങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ 1070 സ്ത്രീകൾ ഭ്രൂണഹത്യയ്ക്ക് വിധേയരാകുന്നു. അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഇത് 1067, നേപ്പാളിൽ 68, പാകിസ്ഥാനിൽ 1093 കണക്ക്. വൈകല്യമുണ്ട് എന്നുള്ള ഒരു കാരണത്തിൻ്റെ പേരിൽ മാത്രം നമുക്കൊരു കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് അവകാശമുണ്ടോ? ഞാൻ പറയും ഒരിക്കലുമില്ല. നമ്മളാരും പരിപൂർണരായിട്ടുള്ള മനുഷ്യരല്ല. ഓരോരുത്തർക്കും കഴിവുകളുണ്ട്, കുറവുകളുണ്ടെങ്കിലും അവർക്ക് അവരുടെ ജീവിതത്തിൽ സന്തോഷിക്കാനായിട്ട് സാധിക്കും. ഒരുപാട് കുറവുകളുള്ള മനുഷ്യർ ജീവിതത്തിൽ വലിയ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം എല്ലാം തികഞ്ഞവരായിട്ടുള്ള മനുഷ്യർ നിരാശയിൽ ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മളിവിടെ വളർത്തിയെടുക്കേണ്ട സംസ്കാരം ജീവൻ്റെ സംസ്കാരമാണ്, ജീവനെ അനുഗ്രഹമായിട്ട് കാണുന്ന സംസ്കാരം. എനിക്ക് വളരെ പരിചയമുള്ള ഒരു +2 ടീച്ചറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ 4ാമത്തെ കുഞ്ഞ്, 2 കുഞ്ഞുങ്ങൾ അദ്ദേഹത്തിന് മരിച്ചുപോയി, 3ാമതൊരു മകൻ ജനിച്ചു, 4ാമത് ഭാര്യയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് പലവിധ വൈകല്യങ്ങളുള്ള കുഞ്ഞാണെന്നറിഞ്ഞ് എല്ലാ ഡോക്ടർമാരും അദ്ദേഹത്തോട് പറഞ്ഞു കുഞ്ഞിനെ നശിപ്പിച്ച് കളയണം. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ നശിപ്പിച്ച് കളയില്ല. ജീവൻ ദൈവം തന്നിട്ടുള്ളതാണ്. ജീവൻ ഉള്ളിടത്തോളം കാലം എൻ്റെ കുഞ്ഞിനെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നോക്കും. ഡോക്ടർമാർ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് കൊടുത്തു, പ്രസവത്തോടു കൂടി മരിച്ചു പോകുന്ന ഒരു കുഞ്ഞിനെ പോലെയല്ല ഈ കുഞ്ഞ് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കൊരു ഭാരമായിരിക്കും.
പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ഒരുമിച്ചൊരു തീരുമാനമെടുത്തു. ഞങ്ങൾ ഈ കുഞ്ഞിനെ ദൈവം എത്ര ആയുസ്സാണോ ഈ കൊടുത്തിട്ടുള്ളത് അത്രയും കാലം ഞങ്ങൾ പൊന്നുപോലെ ഞങ്ങൾ ആ കുഞ്ഞിനെ നോക്കും. അദ്ദേഹം ആ കുഞ്ഞിനെ സ്വീകരിച്ചു. ആ കുഞ്ഞുവാവ് പുറത്ത് വന്നപ്പോഴാണ് അറിയുന്നത് ആ കുഞ്ഞ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയുള്ള ഒരു കുഞ്ഞാണ്. പക്ഷേ അദ്ദേഹം ആ കുഞ്ഞിനോട് എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്, നീ ഒരു അനുഗ്രഹമാണ്. ഇന്ന് ഡെറീന എന്നുള്ള ആ പെൺകുട്ടി ആ കുടുംബത്തിലെ രാജകുമാരിയായി 25 വയസ്സ് അവൾക്ക് തികഞ്ഞു. അവൾ ഡൗൺ സിൻഡ്രോം ബേബിയാണ്, പക്ഷേ അവൾ ആ കുടുംബത്തിൻ്റെ രാജകുമാരിയാണ്. ഈ സാറ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിനോടെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് യു ആർ എ ബ്ലെസ്സിങ്, നിങ്ങളെല്ലാം അനുഗ്രഹമാണ്. നിങ്ങൾക്ക് കുറവുകൾ ഉണ്ടാകാം, നിങ്ങളിൽ പിഴവുകൾ ഉണ്ടാകാം, ബട്ട് യു ആർ എ ബ്ലെസ്സിങ്. 2016 പുറത്തുവന്ന അമേരിക്കയിലെ ഗോട്ടിമാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പഠന റിപ്പോർട്ട് പ്രകാരം 2010 2014 ഇടയിൽ ഓരോ വർഷവും ലോകത്ത് 56 മില്യൺ ഗർഭസ്ഥ ശിശുഹത്യകളാണ് നടക്കുന്നത്. അത് ആരോഗ്യ സംരക്ഷണ മേഖലയിൽ സുപ്രധാനമായ ബിസിനസ്സായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 1971 ഇന്ത്യയിൽ ഗർഭസ്ഥ ശിശുഹത്യയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയപ്പോൾ അന്ന് പറഞ്ഞിരുന്നത് ഇന്ത്യയിലെ സുരക്ഷിതമല്ലാത്ത ഭ്രൂണഹത്യയിലൂടെ സ്ത്രീകളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് ഇല്ലാതാകും എന്നായിരുന്നു. എന്നാൽ അതിനുശേഷവും ഗർഭധാരണവുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ ഗർഭസ്ഥ ശിശുഹത്യയ്ക്ക് 3-ാം സ്ഥാനമാണുള്ളത്. ഈ നിയമം നടപ്പിലാക്കിയവരുടെ വാദങ്ങളെ തകർക്കുന്നതായിരുന്നു ഈ കണക്കുകൾ. ഗർഭസ്ഥ ശിശുഹത്യയുടെ കാര്യത്തിൽ ഇന്ത്യ മറ്റേതൊരു രാജ്യത്തെയും പിന്തള്ളി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും 24 ആഴ്ച വരെയുള്ള ഗർഭസ്ഥ ശിശുക്കളെ ഇല്ലാതാക്കാനുള്ള നിയമത്തിന് കേന്ദ്ര സർക്കാർ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത്. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. ഇപ്പോൾ തന്നെ ഒരു വർഷം 1.5 കോടിയിലേറെ ഗർഭസ്ഥ ശിശുഹത്യകളാണ് ഇന്ത്യയിൽ നടക്കുന്നത്. കർശനമല്ലാത്ത നിയമങ്ങളും അനുകൂല സാഹചര്യവുമാണ് ഗർഭസ്ഥ ശിശുഹത്യ ഇന്ത്യയിൽ വർദ്ധിക്കാൻ കാരണം. അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഗർഭസ്ഥ ശിശുഹത്യക്കെതിരെ ഭരണകൂട തലത്തിൽ ശക്തമായ നീക്കങ്ങൾ തുടരുകയാണ്. അപ്പോഴാണ് ഇന്ത്യ ഇത്തരം നിയമങ്ങളിലൂടെ ജീവനെ ഇല്ലാതാക്കാനുള്ള അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. ഇത് അത്യന്തം ഖേദകരവും അപലപനീയവുമാണ്. ഗർഭഛിദ്രമാകട്ടെ, ആത്മഹത്യയാകട്ടെ, ദയാവധമാകട്ടെ, ഇവയെല്ലാം സംബന്ധിച്ച് സഭയ്ക്ക്, കത്തോലിക്ക സഭയ്ക്ക് വ്യക്തമായ നിലപാടുകളുണ്ട്. ധാർമ്മികതയിൽ അധിഷ്ഠിതമായ മനുഷ്യജീവന് വലിയ വില കൽപ്പിക്കുന്ന നിലപാടുകളുണ്ട്. ഇത്തരത്തിൽ ധാർമ്മികതയുടെ നിലപാടുകളിൽ നിന്നും ആർജിതമായ ഊർജമെടുത്തുകൊണ്ടാണ് നിയമങ്ങളും രൂപപ്പെടേണ്ടത്. ആത്യന്തികമായി നിയമം എന്ന് പറയുന്നത്, നിയമത്തിൻ്റെ ആത്മാവ് തന്നെ, നിയമത്തിൻ്റെ ജീവൻ തന്നെ ധാർമ്മികതയാണ്. ധാർമ്മികത നഷ്ടപ്പെട്ടാൽ നിയമം കരിനിയമമാകും. ആ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ ജീവനോടുള്ള വലിയ ഒരു ആദരവ് നിയമത്തിൽ ഇനിയും പ്രകടമാകേണ്ടതുണ്ട്. മറ്റൊരു കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്യാൻ ആർക്കും നമ്മുടെ നാട്ടിലെ നിയമം തന്നെയും അനുവദിക്കുന്നില്ല. എനിക്ക് എൻ്റെ ജീവൻ എടുക്കാൻ അവകാശമില്ല, അധികാരമില്ല, നിയമം അത് അനുവദിക്കുന്നില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമം 309 പ്രകാരം അത് കുറ്റകരവുമാണ്. അപ്രകാരം തന്നെയാണ് ദയാവധവും. ഈ 2 കാര്യങ്ങളിലും വ്യക്തിക്ക് സ്വബോധത്തോടെ തീരുമാനത്തിലേക്ക് കടന്നു വരാമെങ്കിൽ പോലും അതിനുള്ള സ്വാതന്ത്ര്യവും നിയമം അനുവദിക്കാതിരിക്കുമ്പോൾ, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കാര്യത്തിൽ, ഈ ഭൂമിയിലേക്ക് പ്രതീക്ഷയോടെ പിറക്കാതിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ നാം കുറേ കൂടെ ജാഗ്രത പുലർത്തേണ്ടതല്ലേ എന്നുള്ളതാണ് ചോദ്യം. സാഹചര്യങ്ങളുണ്ടാവാം, പക്ഷേ ആ സാഹചര്യങ്ങളെ, ഇന്ന് നാം ന്യായീകരിക്കുന്ന സാഹചര്യങ്ങളെ എത്രമേൽ നാളെ ചൂഷണ വിധേയമാക്കുമെന്ന കാര്യത്തിൽ നമുക്ക് വലിയ ആശങ്കയുണ്ട്. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ സ്വാഭാവികമായ പ്രവർത്തനം അങ്ങനെയാണ് നാം കണ്ടിട്ടുള്ളത്. സംരക്ഷണ നിയമങ്ങളെ, പോക്സോ ആക്ട് ഉൾപ്പെടെയുള്ള സംരക്ഷണ നിയമങ്ങളെ, എല്ലാ സംരക്ഷണ നിയമങ്ങളെയും ചൂഷണ ഉപാധികളാക്കി മാറ്റിയ ഇടങ്ങൾ ധാരാളമായി നമ്മുടെ ഇടയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
ഇന്ത്യയിൽ സുരക്ഷിതമല്ലാത്ത ഗർഭസ്ഥ ശിശുഹത്യകൾ മൂലം ഓരോ ദിവസവും 8 സ്ത്രീകൾ കൊല്ലപ്പെടുന്നു. അമേരിക്കയിൽ വർഷത്തിൽ 1000-12 സ്ത്രീകൾ ഭ്രൂണഹത്യയ്ക്ക് വിധേയരാകുമ്പോൾ ഇന്ത്യയിൽ അത് 1047 നിർബന്ധിത സന്താന നിയന്ത്രണം ഏർപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ പോലും 1028 നിരക്ക്. റോമൻ കത്തോലിക്ക വിശ്വാസികൾക്ക് ഭൂരിപക്ഷമുള്ള അർജന്റീനയിൽ ഗർഭസ്ഥ ശിശുഹത്യയ്ക്ക് നിരോധനമുണ്ട്. അമ്മയുടെ ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന ഘട്ടത്തിലോ ബലാത്സംഗം മൂലമുള്ള ഗർഭധാരണത്തിലോ മാത്രമാണ് അപൂർവമായി ഇത് അനുവദിക്കാൻ അവിടുത്തെ നിയമം അനുവദിക്കുന്നുള്ളൂ. എന്നാൽ ഇതിനുള്ള നിയമം വേണമെന്നാവശ്യപ്പെട്ട് അവിടങ്ങളിൽ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ വർഷം ഗർഭസ്ഥ ശിശുഹത്യ നിയമവിധേയമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ബിൽ സെനറ്റ് തള്ളിയിരുന്നു. 14 ആഴ്ച വരെ പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കുന്നതിനുള്ള അനുമതിയാണ് ഈ ബില്ലിലൂടെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നത്. ഇന്ത്യയിൽ ഒരു വർഷം 1.5 കോടിയിലേറെ ഗർഭസ്ഥ ശിശുഹത്യകൾ നടക്കുന്നുവെന്നാണ് കണക്ക്. ലാൻസെറ്റ് ഗ്ലോബൽ ഹെൽത്ത് മെഡിക്കൽ ജേണൽ 2015 പ്രസിദ്ധീകരിച്ച ഗവേഷണ പഠനത്തിലാണ് ഈ വിവരങ്ങളുള്ളത്. പുതിയ സാഹചര്യത്തിൽ ഇത് വർദ്ധിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ഏതാനും നാളുകൾക്ക് മുൻപാണ് സുപ്രീം കോർട്ട് വിധി പ്രകാരം 32 ആഴ്ച പ്രായമുള്ള ഒരു കുഞ്ഞ്, ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടി, അവൾ ബലാത്സംഗത്തിലൂടെ ഗർഭിണിയായിട്ടുള്ളതാണ്, അവരെ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി പ്രസവിപ്പിക്കാനായിട്ട് ഗവൺമെൻറ് ഓർ കോടതി വിധി കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന ആ വിധി ലഭിച്ച ഡോക്ടർമാർ ചെയ്തത് സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുക എന്നുള്ളതാണ്. 32 ആഴ്ച പ്രായമുള്ള കുഞ്ഞിനെ സിസേറിയൻ ചെയ്ത് പുറത്തെടുക്കുക. ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനായിട്ട് പറ്റും, എന്തെങ്കിലും ഒരു കാരണവശാൽ 32 ആഴ്ചയിൽ എൻ്റെ ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീനെ സിസേറിയൻ ചെയ്തെടുക്കണമെങ്കിൽ ഞാൻ സാധാരണഗതിയിൽ ചെയ്യുക 2 ദിവസമെങ്കിലും മുൻപ് കുഞ്ഞിന് ശ്വാസം മുട്ടില്ലാതിരിക്കാനായിട്ടുള്ള ഇഞ്ചക്ഷൻ കൊടുത്ത് കുഞ്ഞിന് ശ്വാസം മുട്ട് വരില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ കുഞ്ഞിനെ എടുക്കുക. നിർഭാഗ്യവശാൽ ഈ ആശുപത്രിയിൽ അവർ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്നുള്ളത് കൊണ്ട് അവർ അത്തരം ഒരു മുൻകരുതലുകളും എടുക്കാതെ ഉടൻ തന്നെ കുഞ്ഞിനെ പുറത്തെടുത്ത് കുഞ്ഞിനെ ഉപേക്ഷിച്ചു, കുഞ്ഞ് മരിച്ചുപോയി. ഇനി നമുക്ക് ഈ പെൺകുട്ടിയുടെ ആരോഗ്യത്തിലേക്ക് വരാം. ഈ പെൺകുട്ടിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സിസേറിയൻ ചെയ്തതെന്നാണ് ഈ പറയുന്ന കാര്യം. പക്ഷേ ഒരു നോർമൽ ഡെലിവറി കഴിഞ്ഞ ഒരു പെൺകുട്ടി, മാസം തികഞ്ഞ നോർമൽ ഡെലിവറി കഴിഞ്ഞ ഒരു പെൺകുട്ടി ഡെലിവറി കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഡിസ്ചാർജായി വീട്ടിൽ പോകുന്നു. അവളുടെ ഗർഭപാത്രം നാച്ചുറലായിട്ട് ചുരുങ്ങുന്നു, മറ്റു കാര്യങ്ങളെല്ലാം സുഖമായിട്ട് അവൾ റിക്കവർ ചെയ്യുന്നു. ഒരു പക്ഷേ അവർ ആ കുഞ്ഞിനെ സ്വീകരിക്കുന്നില്ല, ഒരു ദത്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ കൊടുത്ത് അവർക്ക് തിരിച്ചു പോകാം. സ്വന്തം കുഞ്ഞിനെ നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്നുള്ളൊരു ഭാരമില്ലാതെ എൻ്റെ കുഞ്ഞ് വേറെ എവിടെയോ സുരക്ഷിതമായിട്ട് വളരുന്നുണ്ട് എന്നുള്ള ഒരു ചിന്തയോടുകൂടി ആ പെൺകുഞ്ഞിന് തിരിച്ചു പോകാമായിരുന്നു. പക്ഷേ ഈ വയറുമ്പോഴുള്ള മുറിവ്, 14 സെൻറ്റിമീറ്റർ മുറിവാണ് വയറിൻ്റെ മുകളിൽ വരുന്നത്. അതിനകത്ത് യൂട്രസിലുള്ള മുറിവും 12 സെൻറ്റിമീറ്ററോളം വരും. ഈ മുറിവുകൾ മുഴുവൻ ഉണങ്ങണമെങ്കിൽ 1.5 മാസം മുതൽ 3 മാസം സമയം വേണം. നോർമലായിട്ട് ആ കുഞ്ഞിനെ പ്രസവിച്ചിരുന്നെങ്കിൽ അവൾക്ക് 2 ആഴ്ച കഴിഞ്ഞാൽ അവൾക്ക് തിരിച്ച് ക്ലാസ്സിൽ പോകാമായിരുന്നു. അതേസമയം സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തപ്പോൾ ഈ വയറിലുള്ള മുറിവ്, അവളുടെ ഗർഭപാത്രത്തിലുള്ള മുറിവ് ഇനി അടുത്തൊരു ഫ്യൂച്ചർ പ്രഗ്നൻസിക്ക് പോലും അവൾക്ക് അതൊരു റിസ്ക് ഫാക്ടറാണ്. അവൾക്കൊരു പക്ഷേ ഇനിയൊരു നോർമൽ ഡെലിവറി തന്നെ കിട്ടണമെന്നില്ല. ഇനി മരുന്ന് വെച്ച് പ്രസവിപ്പിക്കുന്ന കേസിൽ മരുന്ന് വെച്ചു പ്രസവം നടക്കാത്ത അവസ്ഥയിലും ഒരു പക്ഷേ ഇതുപോലെ സിസേറിയൻ ചെയ്യേണ്ടി വരുന്ന അവസ്ഥകളുണ്ട്. ഈ സംഭവത്തിൽ അവിടെ നേരിട്ട് അവർ സിസേറിയനിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ കുറച്ചുകൂടിയും ഏർലി സ്റ്റേജസ് ആണെന്ന് കരുതുക. 22 ആഴ്ച 24 ആഴ്ച പ്രായമുള്ള സമയത്ത് ഗർഭപാത്രത്തിൻ്റെ താഴെ ഭാഗം കൃത്യമായിട്ട് രൂപപ്പെടാത്ത സ്റ്റേജ്, ലോവർ സെഗ്മെൻറ്റ് ഓഫ് യൂട്രസ് കൃത്യമായിട്ട് രൂപപ്പെടാത്ത സ്റ്റേജിലാണ് ഇത്തരം സിസേറിയൻ ചെയ്യേണ്ടി വരുന്നതെങ്കിൽ അത് ഗർഭപാത്രത്തിനുണ്ടാകുന്ന കേട് അല്പം കൂടുതൽ തന്നെയാണ്. ഇതിന് മുകളിലുള്ള പ്രസവ സ്റ്റേജുകൾ ഇപ്പോൾ 12 ആഴ്ചയിലൊക്കെ ഗർഭാശയമുഖം വികസിപ്പിച്ച് കുഞ്ഞിനെ നശിപ്പിച്ച് കളയുന്ന രീതിയിൽ പോലും ഇൻഫെക്ഷൻ വരാനും മറ്റ് പ്രശ്നങ്ങൾക്കും എല്ലാം സാധ്യതയുണ്ട്. ഏതൊരു പ്രസവത്തിൻ്റേതായ കോംപ്ലിക്കേഷൻസും ഈ ഒരു പ്രസവത്തിലും വരാം. അതിനേക്കാൾ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് സ്വന്തം കുഞ്ഞിനെ നശിപ്പിച്ചല്ലോ എന്നുള്ള ഭാരം. ഈ ഭാരം ഈ ജീവിതകാലം മുഴുവൻ ഈ പെൺകുട്ടിയെ താങ്ങേണ്ടി വരും. നമുക്കറിയാവുന്നതുപോലെ 1971 വരെ ഇന്ത്യയിൽ ഗർഭസ്ഥ ശിശുഹത്യ ഇന്ത്യൻ പീനൽ കോഡ് 312 സെക്ഷൻ പ്രകാരം ക്രിമിനൽ കുറ്റമായിരുന്നു.
അമ്മയുടെ മരണകാരണമായി മാറുന്ന അപൂർവ സന്ദർഭങ്ങളിലൊഴികെ ഇതിലേർപ്പെടുന്ന സ്ത്രീയും അതിന് സഹായിക്കുന്നവരുമെല്ലാം 3 വർഷത്തെ തടവും പിഴയും അനുഭവിക്കുന്ന വിധത്തിലായിരുന്നു രാജ്യത്തെ നിയമവ്യവസ്ഥ. 1960-ൽ 15 രാജ്യങ്ങളിൽ ഭ്രൂണഹത്യ നിയമപരമായി മാറിയതാണ് ഇന്ത്യയെയും അതിലേക്ക് നയിക്കാനുണ്ടായ കാരണം. നിയമവിധേയമോ സുരക്ഷിതമോ അല്ലാത്ത ഭ്രൂണഹത്യകളുടെ കണക്കുകൾ മനസ്സിലാക്കിയ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഇതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ശാന്തിലാൽ ഷായുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ 1964-ൽ നിയോഗിച്ചു. ഈ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളെ തുടർന്നാണ് 1970-ൽ ഭ്രൂണഹത്യാ നിയമം ഉണ്ടാകുന്നതും 1971 ഓഗസ്റ്റിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിൽ പാർലമെന്റിൽ പാസ്സായി നിയമമായി മാറുകയും ചെയ്യുന്നത്. 500 മില്യൺ ജനസംഖ്യയുള്ള ഇന്ത്യയിൽ അന്ന് 6.5 മില്യൺ ഭ്രൂണഹത്യകളാണ് ഒരു വർഷം നടന്നുകൊണ്ടിരുന്നതെന്നാണ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുള്ളത്. ഇതിൽ 2.6 മില്യൺ സ്വാഭാവികവും 3.9 മില്യൺ മനഃപൂർവ്വവുമായിരുന്നു. മെഡിക്കൽ എത്തിക്സ് അനുസരിച്ചിട്ട് 22 ആഴ്ച 24 ആഴ്ചയിലൊക്കെ ഒരു പക്ഷേ പ്രഷർ വളരെ കൂടി പ്രീ എക്ലാംസിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് പ്രസവം നോക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ സിസേറിയൻ ചെയ്യുന്ന 26 ആഴ്ചയിൽ ഞാൻ സിസേറിയൻ ചെയ്തിട്ടുണ്ട്. കാരണം പ്രഷർ കൂടി 1 കിലോ തൂക്കമുള്ള കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സിസേറിയൻ ചെയ്ത അവസരം ഉണ്ടായിട്ടുണ്ട്. 950 ഗ്രാം തൂക്കമുള്ള ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. അവിടെ നമ്മൾ ചെയ്യുന്നത് ഈ കുഞ്ഞിനെ പുറത്തെടുത്തതിന് ശേഷം കുഞ്ഞിന് ശ്വാസം മുട്ടില്ലാതിരിക്കാനായിട്ടുള്ള ഇഞ്ചെക്ഷൻസ് എല്ലാം കൊടുത്ത് പ്രിപ്പയർ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തതിന് ശേഷം നല്ലൊരു ടീമായിട്ടുള്ള നിയോനെറ്റോളജി നവജാത ശിശു വിദഗ്ധരുടെ കയ്യിലേക്കാണ് നമ്മൾ ആ കുഞ്ഞിനെ കൊടുക്കുന്നത്. അവർ അവരുടെ കഴിവിൻ്റെ പരമാവധി ആ കുഞ്ഞിൻ്റെ ജീവൻ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ചെയ്യുന്നത്. പലപ്പോഴും അത് രക്ഷപ്പെടാം, ചിലപ്പോൾ ആ കുഞ്ഞുങ്ങൾ മരിച്ചു പോകാം, ബട്ട് ദേ ഡു ദെയർ ബെസ്റ്റ്. അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ ശ്രമിക്കുന്നു. ഇവിടെ ഒരിക്കലും ഭ്രൂണഹത്യ എന്നുള്ള സംഭവമല്ല, ജീവൻ രക്ഷിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇവിടെ ഗവൺമെൻറ് അമെൻഡ് ചെയ്യാൻ പോകുന്ന നിയമം കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ടുള്ള നിയമമാണ്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ മെഡിക്കൽ എത്തിക്സ് അനുസരിച്ച് ഒരു സ്ത്രീയുടെ ജീവന് അപകടമുണ്ടാകുന്നൊരവസ്ഥയിൽ നമ്മൾ സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്ത് അല്ലെങ്കിൽ പ്രസവിപ്പിച്ച് കുഞ്ഞിനെ പുറത്തെടുത്ത് കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നതും ഗർഭഛിദ്രം അഥവാ കുഞ്ഞിനെ നശിപ്പിച്ച് കളയാനായിട്ട് മരുന്ന് വയ്ക്കുന്നതും രണ്ടാണ്. അതിൽ ഗർഭഛിദ്രം അഥവാ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്നുള്ളത് നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റബിൾ അല്ല. ഓരോ രാജ്യത്തിൻ്റെ നിയമം എന്നുള്ളത് ആ രാജ്യം എന്ത് മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ നിയമം 20-ൽ നിന്ന് 24 ആഴ്ചയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ജീവനോടുള്ള വില അവിടെ കുറവാണ് എന്നുള്ള സൂചനയാണ് പരസ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. അപ്പോൾ അത് ഇനിയും ജീവനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ ആക്കം കൂട്ടുക തന്നെയാണ് ചെയ്യുക. ഇപ്പോൾ തന്നെ വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ എല്ലാ വൈകല്യങ്ങളും നമുക്ക് ഗർഭാവസ്ഥയിൽ കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. പ്രസവത്തിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു വൈകല്യം കണ്ടുപിടിക്കുമ്പോൾ പലപ്പോഴും ഈ ദമ്പതികൾ ഡോക്ടർമാർക്കെതിരെ കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തന്നെ ഓൾറെഡി നിലവിലുണ്ട്. ഈ MTP ആക്ട് എന്ന് പറയുന്ന സംഭവം വരുന്നതിന് മുൻപ് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. കാരണം അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമേ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യൻ ഭരണഘടന പ്രകാരം അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന നിയമം ഇനിയും ഡോക്ടർമാരുടെ ജീവിതത്തെ കൂടുതൽ ദുസ്സഹമാക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഈ പറയുന്ന പേഷ്യൻസ് എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമ്പോൾ അവർ ഡോക്ടർമാർക്കെതിരെ ചോദ്യം ചെയ്യാനും ഡോക്ടർമാർ അതിനനുസരിച്ച് തന്നെ കൂടുതൽ സ്ക്രീനിങ്ങുകൾ നടത്തി കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കൊന്നുകളയാനായിട്ട് പ്രേരിപ്പിക്കാനുമുള്ള സാഹചര്യം അത് ഇനിയും നമ്മുടെ ജീവിതത്തെ കൂടുതൽ സങ്കീർണമാക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ 3-ാം മാസം മുതൽ കുഞ്ഞിന് വൈകല്യമുണ്ടോ എന്നുള്ള സ്ക്രീനിങ്ങുകളാണ്. 3-ാം മാസത്തിൽ ട്രിപ്പിൾ ടെസ്റ്റ്, അതിനുശേഷം NT സ്കാനിങ്, അങ്ങനെ പല തരം ടെസ്റ്റുകൾ ചെയ്ത് കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള സ്ക്രീനിങ് ആണ്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള കുഞ്ഞ് ജനിച്ചാൽ ഈ പറയുന്ന ദമ്പതികൾ ഡോക്ടർക്കെതിരെ കേസ് കൊടുക്കുമെന്നുള്ളൊരു പേടി ഓരോ ഡോക്ടറെയും ആശങ്കയിലാക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്ന ഗർഭസ്ഥ ശിശുഹത്യാ നിരക്ക് വളരെ ഉയർന്നതാണ്. അതുപോലെ തന്നെയാണ് അതിലേർപ്പെടുന്ന സ്ത്രീയുടെ മരണനിരക്കും. സുരക്ഷിതമല്ലാത്ത ഭ്രൂണഹത്യകളെക്കുറിച്ചുള്ള അജ്ഞതയാണ് പലരെയും ഇതിലേക്ക് നയിക്കുന്നത്. ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങളിലെ 15-നും 58-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളുടെ വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ പഠനത്തിൽ
19 ലക്ഷത്തോളം ഗർഭിണികളിൽ 95% ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെടുന്നുണ്ട്. 2010-2013 കാലത്തെ ഇന്ത്യൻ വാർഷിക ആരോഗ്യ സർവേ ഫലങ്ങൾ ഗർഭസ്ഥ ശിശുഹത്യയുടെ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളാണ് കാണിക്കുന്നത്. ലോകത്തെ പല വികസിത രാജ്യങ്ങളിലും ഗർഭസ്ഥ ശിശുഹത്യാ നിയമം നിരോധിക്കാനും ജീവനെ രക്ഷിക്കാനുമുള്ള നീക്കങ്ങൾ തുടരുമ്പോഴാണ് ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് കുരുന്നു ജീവിതങ്ങളെ ഇല്ലാതാക്കാൻ കൂടുതൽ ശക്തമായ നിയമങ്ങളും സാഹചര്യങ്ങളും ഒരുക്കുന്നത്. ഇത് ഏതെല്ലാം തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടാം എന്നതിലും വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ജീവനെക്കുറിച്ചുള്ള ചിന്താഗതികൾ പാശ്ചാത്യ പൗരസ്ത്യ രാജ്യങ്ങളിൽ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമേ ശിശുവിന് ജീവനും ജീവിതവുമുള്ളൂ എന്ന തരത്തിലുള്ള ധാരണയെ തിരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഗർഭസ്ഥ ശിശുഹത്യ എല്ലാ അർത്ഥത്തിലും മനുഷ്യജീവനെ കൊല്ലുന്ന പ്രവൃത്തി തന്നെയെന്നതിൽ സംശയമില്ല. ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തിന് യോജിച്ചതല്ല കേന്ദ്രത്തിൻ്റെ പുതിയ നിയമ തീരുമാനം. അറിഞ്ഞുകൊണ്ട് നിസ്സാര കാര്യങ്ങൾ നിരത്തി ഒരു ജീവനെ ഇല്ലാതാക്കാനുള്ള ചിലരുടെ ദുഷ്ചെയ്തികൾക്ക് പ്രോത്സാഹനം നൽകുന്നതാകരുത് ഭരണകൂടങ്ങളുടെ നടപടികൾ. ബിഗ് ബുക്കിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.